മക്കളെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കൺവേർഷൻ എന്ന് പറയുന്ന ഭാഗം. സോ നമുക്ക് എങ്ങനെയാണ് നമ്മൾ SI യൂണിറ്റിലേക്ക് നമ്മൾ പഠിക്കുന്ന വാല്യൂസിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതിൽ പലപ്പോഴും കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും. ഈ കൺഫ്യൂഷൻ എല്ലാം ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ അവസാനം വരെ കാണണം. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മൾ ഒരു ടേബിൾ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. ഈ ടേബിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും ഫാക്ടർ എന്ന് പറയുന്ന ഒരു കോളം അല്ലെ. ഈ ഫാക്ടറിന് താഴെയായിട്ട് നമ്മൾ എന്താ എഴുതിയത്? 10⁻18, 10⁻15, 10⁻12 അങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 10⁻18 നമ്മൾ കൊടുക്കുന്ന പ്രിഫിക്സ് ആണ് ആറ്റോ എന്ന് പറയുന്നത്. അതിന്റെ സിമ്പിൾ ആണ് A. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന 10⁻15 ഫെംറ്റോ, സ്മോൾ ലെറ്റർ F കൊടുക്കും. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കുറെ നമ്പറുകളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേരുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ടേബിൾ വെച്ചിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണിച്ചു തരാം. ഞാൻ ചോദിക്കുകയാണ് മക്കളെ, ഈ ഒരു വാല്യൂ നിങ്ങൾക്ക് എങ്ങനെയാ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക? 32 സെന്റിമീറ്റർ എത്ര മീറ്റർ ആണ് എന്നൊരാൾ നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, സെന്റി എന്ന് പറയുന്ന ഈ സിമ്പലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് സെന്റി അല്ലെ. സെന്റി എന്ന് എഴുതിയിട്ടുണ്ട്. നമ്പർ എത്രയാ? 10⁻². അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് 32 എന്ന് ആദ്യം എഴുതാം. ഇൻറ്റു നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എത്രയാ? 10⁻². സോ 10⁻² എന്ന് എഴുതി കഴിഞ്ഞാൽ അത് കൺവേർട്ട് ആയി. അപ്പോൾ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ടേബിൾ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് തരാണ്. ഞാൻ ചോദിക്കട്ടെ, 16 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 16 മില്ലിമീറ്റർ എത്ര മീറ്റർ ആണ് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും 16 ഇൻറ്റു ഇവിടെ ഈ പറയുന്ന 16 നമുക്കറിയാം മില്ലി എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലേ. മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. നമുക്ക് പറയാം 10⁻³ മീറ്റർ. സോ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതുപോലുള്ള വാല്യൂസിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ് 10⁻18, 10⁻15, 10⁻9. ഇതൊക്കെ വളരെ ചെറിയ വാല്യൂസ് ആണ്. അതുകൊണ്ട് നമ്മൾ പറയും ചെറിയ വാല്യൂസിനെയാണ് നമ്മൾ ഈ ഒരു ടേബിളിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ചെറിയ വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, വലിയ വാല്യൂസിനെ എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക? വലിയ വാല്യൂനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 10⁻18 1 കഴിഞ്ഞിട്ട് 18 പൂജ്യം ഉണ്ടാവും അല്ലെ. 10⁻³ എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 3 പൂജ്യം ഉണ്ടാവും. ഇതെങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക? സിമ്പിൾ ആണ്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിലേക്ക് തരാണ്. 36 കിലോഗ്രാം എത്ര ഗ്രാം ആണ് എന്നൊരാൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ കിലോ എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എത്രയാ? 10⁻³ ആണ്. അപ്പൊ നമ്മൾ പറയും 36 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞു കൊടുക്കും. സോ 36 ഇൻറ്റു 10⁻³ ഗ്രാം ആണ് 36 കിലോഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ടേബിൾ നോക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും 52 എന്താ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റാ? യെസ്, കിലോഗ്രാം എത്ര ഗ്രാം ആണ് എന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഓക്കെ, വീഡിയോന്റെ താഴെ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കാം. സോ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതും ഈ ടേബിൾ പഠിക്കുകയാണെങ്കിൽ. ഓക്കെ, സോ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. സോ ആൻസർ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.